ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലിയാം ഓഫ് ലഹട്ടി. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ഭയം തോന്നാറുണ്ട്. ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോൾ, സൈക്കിൾ ഓടിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ആരംഭിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്നൊരു പേടിയുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ കഥയിലെ കുഞ്ഞൻ സീഗളിനും ഉണ്ടായത്. സീഗൾ എന്ന് പറയുന്നത് കടൽ പക്ഷിയാണ്. മലയാളത്തിൽ സാധാരണയായി കടൽക്കാക്ക എന്നാണ് പറയാറ്. സീകൾ സാധാരണയായി കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന വെള്ളയും ചാരനിറവുമുള്ള പക്ഷിയാണ്. പക്ഷി പറക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ കുഞ്ഞ് സീകളിന് ആദ്യമായി പറക്കാൻ വളരെ ഭയമായിരുന്നു. അവൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ധൈര്യത്തോടെ പറന്നു പോയെങ്കിലും അവൻ ഒറ്റയ്ക്കായി പാറയുടെ അരികിലിരുന്നു. താഴെ വലിയ കടൽ, ചുറ്റും വിശാലമായ ആകാശം, ഇതെല്ലാം കണ്ടപ്പോൾ അവന് പേടി തോന്നി. എൻ്റെ ചിറകുകൾ എന്നെ താങ്ങില്ല, ഞാൻ താഴേക്ക് വീഴുമെന്നായിരുന്നു. ഈ കഥയിൽ നമ്മൾ കാണുന്നത് ഒരു പക്ഷിയുടെ പറക്കൽ മാത്രമല്ല, ഭയത്തിൽ നിന്നും ആത്മവിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണ്. മാതാപിതാക്കളുടെ പ്രോത്സാഹനവും സ്വയം വിശ്വസിക്കാനുള്ള ധൈര്യവും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയും ഇതെല്ലാം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റോറി ലൈൻ ബൈ ലൈനായി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. കുഞ്ഞൻ കടൽപ്പക്ഷി ഒറ്റയ്ക്കായി പാറയുടെ അരികിലിരിക്കുകയായിരുന്നു. അവൻ്റെ 2 സഹോദരന്മാരും സഹോദരിയും മുമ്പത്തെ ദിവസം തന്നെ പറന്നുപോയിരുന്നു. He had been afraid to fly with them. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. പക്ഷേ സഹോദരനും സഹോദരിക്കും ഒപ്പം പറക്കാൻ അവന് ഭയമായിരുന്നു. പറക്കാൻ ശ്രമിച്ച ചിറകുകൾ വീശാൻ തുടങ്ങിയപ്പോൾ അവന് പേടി തോന്നി. The great expanse of sea stretched down beneath. He felt certain that his wings would never support him. താഴെ വലിയ കടൽ പരന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവന് കൂടുതൽ ഭയം തോന്നി. He felt certain that his wings would never support him. തൻ്റെ ചിറകുകൾ ശരീരത്തെ താങ്ങില്ലെന്ന് അവൻ ഉറപ്പിച്ചു. So he bent his head and ran away back to the little hole. അതിനാൽ അവൻ തല കുനിച്ച് തിരികെ തൻ്റെ ചെറിയ ഇടത്തേക്ക് ഓടി. Even when each of his brothers and his little sister flew away, ചെറിയ ചിറകുകളുള്ള സഹോദരങ്ങളും പറന്നുപോയെങ്കിലും he failed to muster up courage. അവന് ധൈര്യം സമ്പാദിക്കാനായില്ല. His father and mother had come around calling to him shrilly, threatening to let him starve. But for the life of him he could not move. അമ്മയും അച്ഛനും അവനെ വിളിച്ചും ശകാരിച്ചും പ്രോത്സാഹിപ്പിച്ചും പറക്കാതെ ഭക്ഷണം തരില്ല എന്ന് പറയുക പോലും ചെയ്തിട്ടും ഭയം കാരണം അവന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. That was 24 hours ago. ഇത് നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരുന്നു. Since then nobody had come near him. He had watched his parents flying about, teaching them how to skim the waves and how to dive for fish. എല്ലാവരും കുഞ്ഞു സീകളിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടും ശകാരിച്ചിട്ടും എല്ലാവരും നീ പറക്ക് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ചെയ്തു, അച്ഛനും അമ്മയൊക്കെ ചെയ്തു. പക്ഷേ ഈ കുഞ്ഞു സീകളിന് പറക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. 24 മണിക്കൂറിന് ശേഷവും ആരും ഈ കുഞ്ഞു സീകളിൻ്റെ അടുത്ത് പോയില്ല. അച്ഛനും അമ്മയും സിബ്ലിങ്സും ആരും പോയില്ല. Family had walked about on the big plateau midway down the opposite cliff. അവൻ്റെ കുടുംബം എതിർവശത്തെ വലിയ പാറയുടെ നടുവിലുള്ള പ്ലാറ്റോയിൽ നടക്കുകയായിരുന്നു. Looking at his cowardice, അവൻ്റെ ഭീരുത്വത്തെക്കുറിച്ച് നോക്കി അവർ ചിരിക്കുകയായിരുന്നു. The sun was now ascending the sky, blazing warmly on his ledge that faced the south. സൂര്യൻ ആകാശത്തിലേക്ക് ഉയരുകയായിരുന്നു. തെക്കോട്ട് നോക്കുന്ന അവൻ്റെ ലെഡ്ജിൽ ശക്തമായി സൂര്യപ്രകാശം വീണു. He felt the heat because he had not eaten since the previous nightfall. തലേ ദിവസം രാത്രി മുതൽ ഭക്ഷണം കഴിക്കാത്തതിനാൽ അവന് ക്ഷീണവും ചൂടും അനുഭവപ്പെട്ടു. Then he had found a dried piece of mackerel's tail at the far end of his ledge. മുൻ രാത്രി ലെഡ്ജിൻ്റെ അറ്റത്ത് നിന്ന് അവൻ ഉണങ്ങിയ മാക്രൽ മത്സ്യത്തിൻ്റെ വാൽ കിട്ടിയിരുന്നു. Now there was not a single scrap of food left. ഇപ്പോൾ അവിടെ ഒരു ചെറിയ ഭക്ഷണം പോലും അവശേഷിക്കുന്നില്ല. He had searched every inch. അവൻ എല്ലാ ഭാഗവും പരിശോധിച്ചു.
റൂട്ടിംഗ് എമംഗ് ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ്. അഴുക്കും പൊടിയും പിടിച്ച് കൂടിനുള്ളിൽ അവൻ തിരഞ്ഞു. വെർ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹാഡ് ബീൻ ഹാച്ച്ഡ്. അവനും സഹോദരങ്ങളും ജനിച്ച കൂടായിരുന്നു അത്. താഴേക്ക് ചാടുക വിശപ്പുകൊണ്ട് ഉയരത്തിൽ മനോഹരമായി ജനിച്ച കൂട്ടിനുള്ളിലെ മുട്ടയുടെ തോല് പോലും കടിച്ചു തിന്നാൻ ശ്രമിച്ചു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം തിന്നുന്നത് പോലെ അവന് തോന്നി. ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദ അതർ. ശേഷം അവൻ ലെഡ്ജിന്റെ ഒരറ്റത്ത് നിന്ന് മറു അറ്റത്തേക്ക് നടക്കാൻ തുടങ്ങി. ഹിസ് ലോങ് ഗ്രേ ലെഗ് സ്റ്റെപ്പിംഗ് ഡെന്റ്ലി. തൻ്റെ നീണ്ട ചാരനിറമുള്ള കാലുകൾ പതുക്കെ നീങ്ങുകയായിരുന്നു. ട്രൈയിങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാതെ തന്നെ മാതാപിതാക്കളെ അടുത്തെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവൻ ആലോചിക്കുകയായിരുന്നു. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീർ ഫാൾ ഓഫ് പ്രീസിപ്സ്. പക്ഷേ ലെഡ്ജിൻ്റെ ഇരുവശവും വലിയ പാറക്കെട്ടിൻ്റെ ആഴത്തിലേക്കായിരുന്നു അവസാനിച്ചിരുന്നത്. വിത്ത് ദ സീ ബിനീത്ത്. താഴെ കടലും ഉണ്ടായിരുന്നു. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് റാക്ക്. അവൻ്റെയും മാതാപിതാക്കളുടെയും ഇടയിൽ വലിയ ഒരു വിള്ളലും ഉണ്ടായിരുന്നു. ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിത്തൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത്വാർഡ്സ് അലോങ് ദ ക്ലിഫ് ഫേസ്. പാറയുടെ വടക്കു ഭാഗത്തു കൂടി നടന്നാൽ പറക്കാതെ തന്നെ അവിടെ എത്താമെന്ന് അവൻ ചിന്തിച്ചു. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹീ വാക്ക്? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹീ വാസ് നോട്ട് എ ഫ്ലൈ. പക്ഷേ അവൻ നടക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ലെഡ്ജും ഉണ്ടായിരുന്നില്ല. അവനൊരു ഈച്ചയായിരുന്നെങ്കിൽ മതിലിൽ നടക്കാൻ. ആൻഡ് എബവ് ഹിം ഹീ കുഡ് സീ നത്തിങ്. മുകളിലേക്ക് ഒരു വഴിയും കാണാനായില്ല. ദ പ്രീസിപ്സ് വാസ് ഷിയർ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫർദർ എവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. പാറ നേരെ ഉയർന്നു നിന്നു. അതിൻ്റെ മുകൾ ഭാഗം താഴെയുള്ള കടലിനേക്കാൾ ദൂരെയാണെന്ന് അവന് തോന്നി. ഹീ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. അവൻ പതുക്കെ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് നടന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് സ്വിങ്. ഒരു കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാൽ ചിറകിനടിയിൽ ഒളിപ്പിച്ച് ഒരു കണ്ണും പിന്നെ മറ്റേ കണ്ണും അടച്ചു. ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്. സ്റ്റിൽ ദേ ലുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. എന്നിട്ടും കുടുംബം അവനെ ശ്രദ്ധിച്ചില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈയിങ് ഓൺ ദ പ്ലാറ്റ്യൂ ഡോസിങ് വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. അവൻ്റെ സഹോദരന്മാരും സഹോദരിയും പ്ലാറ്റ്യൂയിൽ കിടന്നുറങ്ങുന്നത് അവൻ കണ്ടു. അവർ തല കഴുത്തിനുള്ളിലേക്ക് ഒളിപ്പിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത്. ഹിസ് ഫാദർ വാസ് പ്രിനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അച്ഛൻ തൻ്റെ വെള്ള ചിറകുകൾ വൃത്തിയാക്കുകയായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അമ്മ മാത്രമാണ് അവനെ നോക്കിയിരുന്നത്. ഈ കുഞ്ഞു സീകളിനെ എന്താണ് ചെയ്യുന്നതെന്ന് അച്ഛനും സഹോദരങ്ങളും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. സഹോദരങ്ങളാവട്ടെ ഉറങ്ങുകയാണ്, അച്ഛനാകട്ടെ ചിറകുകൾ വൃത്തിയാക്കുകയാണ്. ആകെ അമ്മ മാത്രമാണ് അവനെ നോക്കിക്കൊണ്ടിരുന്നത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ. അമ്മ പ്ലാറ്റ്യൂയിലെ ചെറിയ ഉയർന്ന ഭാഗത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ടച്ച് ഫോർവേഡ് നൗ ആൻഡ് അഗെയിൻ. ഷീ tore a piece of fish that lay at her feet. അവളുടെ വെള്ള നെഞ്ച് മുന്നോട്ട് തള്ളി നിന്നു. അവളുടെ കാലരികിലുള്ള മത്സ്യത്തിൻ്റെ കഷ്ണം ഇടയ്ക്കിടെ അവൾ കൊത്തി തിന്നുകയായിരുന്നു. അമ്മയാണെങ്കിൽ അമ്മയുടെ വെള്ള നെഞ്ച് മുന്നോട്ട് തള്ളി പിടിച്ചുകൊണ്ട് താഴെ കിടന്ന ഒരു മത്സ്യം പതുക്കെ കൊത്തി തിന്നുകയായിരുന്നു. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. ശേഷം കൊക്ക് പാറയിൽ ഉരച്ച് മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഭക്ഷണം കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞു സീകളിലെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അവന് പ്രാന്തായി. പ്രാന്തെന്ന് മീൻസ് വിശപ്പ് കൂടി. മാഡൻ എന്ന് പറഞ്ഞാൽ പ്രാന്ത് എന്നാണ് മീനിങ്. ഹൗ ഹീ ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. അങ്ങനെ മത്സ്യം കൊത്തി തിന്നാൻ അവനും വളരെ ഇഷ്ടമായിരുന്നു. സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ഹീ അട്ടേർഡ് എ ലോ കാക്കിൾ. അവൻ ചെറിയൊരു ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. നമ്മുടെ കുഞ്ഞു സീകളിൽ ഇപ്പുറത്തെ പാറയിൽ നിന്ന് അമ്മേനെ വിളിക്കാനായിട്ടൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ അമ്മ മറ്റേ ഭാഗത്തു നിന്ന് അമ്മയും ശബ്ദമുണ്ടാക്കി. ഗാ ഘാ ഘാ ഹീ ക്രൈഡ്. അവൻ കരഞ്ഞു. ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ഭക്ഷണം കൊണ്ടുവരണമെന്ന് അമ്മയോട് അപേക്ഷിച്ചു. ഗൗൾ ഊൾ ഹാ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അമ്മ പരിഹസിക്കുന്ന പോലെ തിരിച്ചും ഒരു ശബ്ദമുണ്ടാക്കി. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. എന്നിട്ടും അവൻ ദുഃഖത്തോടെ വീണ്ടും അമ്മേനെ വിളിച്ചു. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ കരഞ്ഞു. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്.
അമ്മ ഒരു മത്സ്യ കഷ്ണം എടുത്ത് തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ കുഞ്ഞു സീകളിൽ ജോയ്ഫുൾ ആയിട്ടുള്ള സ്ക്രീം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയായിരുന്നു അമ്മ. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. അവൻ ആകാംക്ഷയോടെ മുന്നോട്ട് ചാഞ്ഞു. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, ട്രൈയിങ് ടു ഗെറ്റ് നിയറർ ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. കാലുകൾ കൊണ്ട് പാറയിൽ തട്ടി ശബ്ദമുണ്ടാക്കി അമ്മയുടെ അടുത്തേക്ക് എത്താൻ അവൻ ശ്രമിച്ചു. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം. പക്ഷേ അമ്മ അവൻ്റെ നേരെ എത്തിയപ്പോൾ abreast of the ledge she halted, her limbs hanging limp. ലെഡ്ജിൻ്റെ സമീപത്തെത്തിയപ്പോൾ അവൾ നിർത്തി. അടുത്തേക്ക് വരാതെ തന്നെ ആ ലെഡ്ജിൻ്റെ അറ്റത്തെത്തിയപ്പോൾ തന്നെ അമ്മ അവിടെ തന്നെ നിന്നുകൊണ്ട് കാലുകൾ താഴേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. ചിറകുകൾ ചലനമില്ലാതെ നിന്നു. ദ പീസ് ഓഫ് ഫിഷ് ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അമ്മയുടെ കൊക്കിലുണ്ടായിരുന്ന മത്സ്യം കുഞ്ഞു സീകളിൻ്റെ കൊക്കിൻ്റെ തൊട്ടടുത്തായിരുന്നു. ഹി വെയിറ്റഡ് എ മോമെൻറ്റ് ഇൻ സർപ്രൈസ്. അവൻ അതിശയത്തോടെ ഒരു നിമിഷം കാത്തുനിന്നു. വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ച് അവൻ ഒരു നിമിഷം അത്ഭുതത്തോടെ നിന്നു. ആൻഡ് ദെൻ മാഡൻ ബൈ ഹങ്കർ ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. പിന്നീട് വിശപ്പ് കൊണ്ട് മത്സ്യം ചാടി പിടിക്കാൻ അവൻ ശ്രമിച്ചു. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് ഇൻ ടു സ്പേസ്. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് വീണു. ഹിസ് മദർ ഹാഡ്സ് ഫുഡ് അപ്വാർഡ്സ്. അതേസമയം അമ്മ മുകളിലേക്ക് വീണ്ടും പറന്നു. ആസ് ഹി പാസസ് ബിനീത്ത് ഹെർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്. നമ്മുടെ കുഞ്ഞു സീകളിൻ്റെ അടുത്ത് അമ്മ എത്തിയപ്പോഴേക്കും തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് ദൂരെ ആയിട്ടായിരുന്നു അമ്മ നിന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിശപ്പ് കാരണം കുഞ്ഞു സീകളിൽ ചാടി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ തവണ കരഞ്ഞുകൊണ്ട് അവൻ വീഴുകയായിരുന്നു. അപ്പോൾ ആണെങ്കിൽ അമ്മ കുറച്ചുകൂടെ ഉയരത്തിൽ മേലേക്ക് പൊന്തിയിട്ട് അവനപ്പോൾ അമ്മയുടെ ചിറകുകളുടെ സൗണ്ട് കേൾക്കാമായിരുന്നു. ദെൻ എ മോൺസ്ട്രസ് ടെർ സീസ്ഡ് ഹിം. പെട്ടെന്ന് വലിയ ഭയം അവനെ പിടിച്ചു. ആൻഡ് ഹിസ് ഹേർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അവൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. ഹീ കുഡ് ഹിയർ നത്തിങ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ് സ്പ്രെഡ് ഔട്ട്വാർഡ്സ്. അവന് ഒരു നിമിഷം ഒന്നും കേൾക്കാനായില്ല. പക്ഷേ അതൊരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ വിരിഞ്ഞതായി അവൻ അനുഭവപ്പെട്ടു. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. കാറ്റ് അവൻ്റെ നെഞ്ചിലെ തൂവലുകളിലേക്ക് അടിച്ചു. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ് ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിംഗ് ത്രൂ ദ എയർ. ശേഷം വയറിനടിയിലും ചിറകുകളിലും കാറ്റ് തട്ടി. ചിറകുകളുടെ അറ്റങ്ങൾ വായുവിലൂടെ കടന്നു പോകുന്നത് അവൻ അനുഭവിച്ചു. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. ഹി വാസ് സോറിങ് ഗ്രാജ്വലി ഡൗൺവാർഡ്സ് ആൻഡ് ഔട്ട്വാർഡ്സ്. ഇപ്പോൾ അവൻ നേരെ താഴേക്ക് വീഴുന്നില്ലായിരുന്നു. അവൻ പതുക്കെ പറക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. ഇപ്പോൾ അവനൊരു ഭയവുമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവന് ചെറിയ തലചുറ്റൽ മാത്രം അനുഭവപ്പെട്ടു. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വാർഡ്സ്. ശേഷം അവൻ ഒരിക്കൽ ചിറകുകൾ അടിച്ച് മുകളിലേക്ക് ഉയർന്നു പറന്നു. ഹി അട്ടേർഡ് എ ജോയ് സ്ക്രീം. അവൻ സന്തോഷത്തോടെ കരഞ്ഞു. ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. ചിറകുകൾ അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കരയുകയാണ്. ഹി സോർഡ് ഹയർ. അവൻ കൂടുതൽ ഉയരത്തിൽ പറന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഘാ 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 ഘാ. കാറ്റിനെ നേരിട്ട് അവൻ ആത്മവിശ്വാസത്തോടെ മുകളിലേക്ക് പറന്നു. കൊച്ചു സീകളിൽ സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കുന്നതാണ് ഘാ ഘാ. ഹിസ് മദർ സൂപ്ഡ് പാസ് ഹിം ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അമ്മയും സന്തോഷം കൊണ്ട് അവൻ്റെ അരികിലൂടെ പറന്നുപോയി. അവളുടെ ചിറകുകൾ വലിയ ശബ്ദമുണ്ടാക്കി. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്കീം. അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവനും സന്തോഷത്തോടെ തിരിച്ചും സ്ക്രീം ചെയ്തു. ദെൻ ഹിസ് ഫാദർ ഫ്ലീ ഓവർ ഹിം സ്ക്രീമിംഗ്. ശേഷം അമ്മയും അച്ഛനും തൻ്റെ സഹോദരങ്ങളും ദെൻ ഹി സോ ഹിസ് 2 brothers and sisters ഫ്ലൈയിങ് അറൗണ്ട്. എല്ലാവരും അവൻ്റെ ഒപ്പം പറക്കാനായി വന്നു. സോറിങ് ആൻഡ് ഡൈവിങ്. അവർ ഉയരത്തിൽ പറക്കുകയും താഴേക്ക് ചാടുകയും ചെയ്തു. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ. ഒരിക്കൽ തനിക്ക് പറക്കാൻ അറിയില്ലായിരുന്നു എന്ന കാര്യം അവൻ പൂർണ്ണമായി മറന്നിരിക്കുകയാണ്. ആൻഡ് കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ ഷ്രീക്കിംഗ്. സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ പറന്നു. അപ്പോൾ ഉണ്ടായത് എന്താ വെച്ചാൽ നമ്മുടെ സീകളിൽ അമ്മ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ആ മീൻ കഷ്ണം കൊണ്ട് പറന്നപ്പോൾ അതിനെ പിടിക്കാനായി സീകൾ ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ തവണ ട്രൈ ചെയ്യുമ്പോൾ അവൻ്റെ ചിറകുകളൊക്കെ പുറത്തേക്ക് വന്ന് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ ചെയ്യുകയാണ്. അവൻ ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് അവൻ്റെ ഹാർട്ട് നിന്ന് പോയതായി അവൻ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അവൻ ചിറകുകൾ അടിച്ച് പറന്നുപോയി. ആ സന്തോഷത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും സിബ്ലിങ്സും എല്ലാവരും അവനോടൊപ്പം പറക്കാൻ ശ്രമിക്കുകയാണ്.
He was near the sea now, flying straight over it, facing out over the ocean. ഇപ്പോൾ അവൻ കടലിൻ്റെ അടുത്തെത്തി, കടലിൻ്റെ മുകളിലൂടെ നേരെ പറക്കുകയായിരുന്നു. He saw a vast green sea beneath him. തൻ്റെ താഴെ വിശാലമായ പച്ച നിറമുള്ള കടൽ അവൻ കണ്ടു. With little ridges moving over it, he turned his beak sideways and crowed amusedly. കടലിൻ്റെ മുകളിലൂടെ ചെറിയ തിരമാലകൾ നീങ്ങുകയായിരുന്നു. അവൻ തൻ്റെ കൊക്ക് വശത്തേക്ക് തിരിച്ച് സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി. His parents and his brothers and sisters had landed on this green floor in front of him. അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ആ പച്ച നിറമുള്ള കടലിൻ്റെ മുകളിൽ ഇറങ്ങിയിരുന്നു. They were beckoning to him. അവർ അവനെ അടുത്തേക്ക് വിളിച്ചു. Calling shrilly, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. He dropped his legs to stand on the green sea. കടലിൻ്റെ മുകളിൽ നിൽക്കാൻ അവൻ കാലുകൾ താഴ്ത്തി. His legs sank into it. He screamed with fright. പക്ഷേ അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി. ഭയന്ന് അവൻ ഉച്ചത്തിൽ കരഞ്ഞു. And attempted to rise again, flapping his wings. വീണ്ടും ഉയരാൻ ചിറകുകൾ അടിച്ച് ശ്രമിച്ചു. But he was tired and weak with hunger. പക്ഷേ വിശപ്പും ക്ഷീണവും കാരണം അവൻ ബലഹീനനായിരുന്നു. And he could not rise. അതിനാൽ വീണ്ടും ഉയരാൻ അവന് കഴിഞ്ഞില്ല. Exhausted by the strange exercise, his feet sank into the green sea. ഈ പുതിയ അനുഭവം അവനെ വളരെ ക്ഷീണിപ്പിച്ചിരുന്നു. അവൻ്റെ കാലുകൾ വീണ്ടും കടലിലേക്ക് താഴ്ന്നു. And then his belly touched and he sank no further. ശേഷം അവൻ്റെ വയറും വെള്ളത്തിൽ തട്ടി. പക്ഷേ അതിനുശേഷം അവൻ കൂടുതൽ താഴേക്ക് പോയില്ല. He was floating on it. അവൻ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. And around him his family was screaming. അവൻ്റെ ചുറ്റും കുടുംബം സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി. Praising him, and their beaks were offering him scraps of dogfish. അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ കൊക്കുകളിൽ നിന്ന് ഡോഗ് ഫിഷിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അവന് നൽകി. He had made his first flight. അങ്ങനെ യങ് സീകൾ തൻ്റെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ കുട്ടികളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഫിയർ ഈസ് നാച്ചുറൽ ബട്ട് കറേജ് ഈസ് മോർ പവർഫുൾ. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടരുത്. ആദ്യ ചുവട് വയ്ക്കുക. ആത്മവിശ്വാസം കൈവിടരുത്. ഒരിക്കൽ ധൈര്യമായി ശ്രമിച്ചാൽ നിങ്ങളും ആ യങ് സീകളിനെ പോലെ ഉയരങ്ങളിൽ പറക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഫ് യു ഫൗണ്ട് ദിസ് ക്ലാസ് യൂസ്ഫുൾ, സപ്പോർട്ട് ചാനൽ by liking, sharing and subscribing. Thank you guys. Thank you for watching.